വാളയാറിലെ ആൾക്കൂട്ടക്കൊലയിൽ ബിജെപിയെയും സിപിഎമ്മിനെയും പഴിച്ച ഡിസിസി പ്രസിഡന്റ് എ തങ്കപ്പൻ. പോലീസ് ശക്തമായ നടപടി സ്വീകരിച്ചില്ലെന്നും പ്രതികൾക്ക് രക്ഷപ്പെടുവാനുള്ള സമയം കൊടുത്തെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വാളയാറിൽ നടന്നത് ലജ്ജിപ്പിക്കുന്ന സംഭവമാണ്. പ്രതികളിൽ 15 പേരിൽ 14 പേര് ബിജെപി അനുഭാവികളും ഒരാൾ സിപിഎം അനുഭാവിയുമാണെന്ന് തങ്കപ്പൻ ചൂണ്ടിക്കാട്ടി. പാലക്കാട്ട് ഇത് രണ്ടാമത്തെ സംഭവമാണ്. സർക്കാരിന്റെ വീഴ്ചയാണ് ഇതിലുണ്ടായിട്ടുള്ളത്. 2-3 ദിവസം ഒന്നും ചെയ്തില്ല. ആ സമയം പ്രതികൾ സംസ്ഥാനം വിട്ടുപോയെന്നാണ് അറിയുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരപരിപാടിയുമായി മുന്നോട്ടു പോകും. രാഷ്ട്രീയ പശ്ചാത്തലമുള്ളതുകൊണ്ടാണ് പോലീസ് പ്രതികളെ മുഴുവനും പിടിക്കാത്തതെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ അറിഞ്ഞു 5 പേരെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു, 15 പേര് പ്രതികളുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പല പ്രതികളും ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് മറ്റു സംസ്ഥാനങ്ങളിൽ പോയി എന്ന് അറിയാൻ കഴിഞ്ഞത്. അതിനകത്ത് മുഖം നോക്കേണ്ട കാര്യമില്ല, ആരായാലും നോക്കേണ്ട കാര്യമില്ല. അവരെ ഗവൺമെൻറ് ഗൗരവമൂലം കണക്കാക്കി അതിനെ പിടിച്ച് ശിക്ഷിക്കണം. ഇത് ആവർത്തിക്കാൻ പാടില്ല. അത് കേരളത്തിലെ പാലക്കാട് ജില്ല 2 കേരളത്തെ എല്ലാവർക്കും കേരളത്തെ ഭരണകൂടത്തിൻ്റെ വീഴ്ചയായിട്ട് തന്നെ കാണണം. അതിന് ഗൗരവമായി ഗവൺമെൻറ് എടുക്കുന്നില്ല, ഇല്ലെങ്കിൽ എടുക്കണം. ഇല്ലെങ്കിൽ അതിന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തുടർന്നിട്ടുള്ള സമരപരിപാടിയും മറ്റുമായിട്ട് അങ്ങനെ പോകും. അതോടൊപ്പം തന്നെ ഈ സംഭവം നടന്നപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിരിക്കുക. ബോഡി എടുക്കുന്നതിന് ആളില്ല, അവരുടെ ആളുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ പാവപ്പെട്ടവരാണ്, അവർക്ക് സാമ്പത്തികമായി വളരെ ജോലി അന്വേഷിച്ച് വന്നു എന്ന് അറിയാൻ കഴിഞ്ഞത്. ആ കുടുംബത്തിന് വേണ്ട ധനസഹായം ഗവൺമെൻറ് കൊടുക്കാൻ തയ്യാറാണ്. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് 100% ഇത് ആരോന്ന് പറഞ്ഞു, ആരായാലും വിരോധമില്ല, നമ്മളെ ലജ്ജിപ്പിക്കുന്നതാണ്. അത് ആവർത്തിക്കരുത് എന്നാണ് ഞങ്ങൾ പറയുന്നത്. KPCC സെക്രട്ടറി സി ചന്ദ്രൻ, അനന്തകൃഷ്ണൻ എന്നിവരും തങ്കപ്പനൊപ്പമുണ്ടായിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.